നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല തണ്ണി ഫ്ലവേഴ്സ് ഒരു കോടിയിലൊക്കെ വന്നിരുന്നല്ലോ. ഈ ഷീല തണ്ണിയാണ് ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി 72 ദിവസം ജയിലിൽ കിടന്നത്. ലഹരി കേസിൽ കുടുക്കിയാണ് ആ, ആ, ഒരു നാരായണദാസ് ഇവരെ അകത്തിടാൻ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ ഈ നാരായണദാസ് ഇപ്പോൾ ഹൈക്കോടതി നൽകി. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കീഴടങ്ങണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം കൊടുക്കുമെന്നും കോടതി ഇന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ ശരിയായ ചോദ്യമാണ്. 72 ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇവർ. അവരോട് എന്ത് മറുപടിയാണ് ഈ സമൂഹത്തിന് പറയാൻ കഴിയുക? ചാലക്കുടി വ്യാജ മയക്കുമരുന്ന് കേസിൽ എൻ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. വിഷലിപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വ്യാജ ആരോപണം ജീവിതം തന്നെ ഇല്ലാതാക്കും. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം നൽകുമെന്നും കോടതി ചോദിച്ചു. കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണം. പ്രതി 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. കള്ളക്കേസുകളുടെ കാര്യത്തിൽ നിലവിലെ ശിക്ഷ പര്യാപ്തമാണോ എന്ന് പാർലമെന്റ് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട കോടതി കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു. ഷീല സന്നിയെ കുടുക്കാൻ ബന്ധുവിന് സ്റ്റാമ്പ് കൈമാറുകയും എക്സൈസ് ഉദ്യോഗസ്ഥനായ സതീശന് വിവരം കൈമാറുകയും ചെയ്തത് നാരായണദാസ് ആണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് നാരായണദാസ് മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയത്. 24 കൊച്ചി. ഇപ്പോൾ മറ്റൊരു റിക്വസ്റ്റ് വന്നിരിക്കുന്നു. SHLP സ്കൂൾ രാമല്ലൂർ ഒരു സ്കൂൾ റേഡിയോ തുടങ്ങുന്നു. SK ആശംസ പറയാമോ? SHLP സ്കൂൾ എല്ലാവിധമായ ആശംസകളും. റേഡിയോ നന്നായിരിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അപ്പോൾ ആശംസകൾ അങ്ങനെ തന്നെ പോട്ടെ. കുട്ടികളെ നല്ല റേഡിയോ സൂപ്പറായിട്ട് നടത്തണം. കിടിലൻ സാധനം കേട്ടോ റേഡിയോ എന്ന് പറഞ്ഞാൽ.